നമസ്കാരം. നമസ്കാരം. പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിലെ ഒരു പ്രധാന ഘടകകക്ഷി എന്നുള്ള നിലയിൽ എത്രമാത്രം അവിടെ വിജയസാധ്യത കാണുന്നു? ആർ.എസ്.പിയുടെ ജില്ലാ കമ്മിറ്റി എന്നുള്ള നിലയിൽ ആ പൂങ്കോട് വാർഡിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നു 100% ഇപ്രാവശ്യം അവിടെ വിജയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നല്ലോ, തുച്ഛമായ വോട്ടിൽ നിങ്ങൾ തോക്കേണ്ടി വന്ന്. മുന്നണി സംവിധാനത്തിനകത്തൊക്കെ ചില വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട്, അന്ന് പല പല വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് അന്ന് തോൽവി സംഭവിച്ചത്. പക്ഷെ ഇന്നത്തെ രീതി അതല്ല. ഇന്നെന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ തകർക്കാൻ കഴിയും, എവിടെ തോൽപ്പിക്കാൻ കഴിയും, അതാണ് ഞങ്ങളുടെ യു.ഡി.എഫുകാരുടെ മുഖ്യ ലക്ഷ്യം. എം.പി എന്നുള്ള നിലയിൽ എൻ.കെ. പ്രേമചന്ദ്രൻ ചടയമംഗലം പഞ്ചായത്തിൽ വികസന കാര്യങ്ങളിൽ യാതൊരുവിധ താല്പര്യവും എടുക്കുന്നില്ല എന്നുള്ള എൽ.ഡി.എഫിന്റെ ആരോപണത്തെ എങ്ങനെ കാണുന്നു? കണ്ണടച്ച് കിട്ടാത്ത, അത് വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി ആയതിനു ശേഷം ഇങ്ങോട്ട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം, ചടയമംഗലം പഞ്ചായത്ത് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ പറയാം. വെള്ളപ്പാറ ഗവൺമെന്റ് യു.പി.എസിന് സ്കൂൾ ബസ് അനുവദിച്ചു കൊടുത്തു. ഞാനും കൂടെയാണ് അതിന്റെ നിവേദനമായിട്ട് പോകുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്. കോവിഡ് വന്ന സമയത്ത് മാത്രമാണ് അതൊരു ശകലം താമസിച്ചു, എന്നാലും അത് കൊടുത്തു. ചടയമംഗലം ഗവൺമെന്റ് യു.പി.എസ്, ഗവൺമെന്റ് യു.പി.എസ് സ്കൂൾ ബസ് വാങ്ങിക്കൊടുത്തില്ലേ? ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ തന്നെ ഇന്ത്യയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ഉള്ള വാഹനം എന്ന് പറഞ്ഞു ഓടുന്നത്. അത് എന്റെ പ്രധാനമന്ത്രിയുടെ പേരിൽ കൂടെ അറിയുന്നുണ്ടല്ലോ. കുരുവാടി എം.സി റോഡിൽ നിന്ന് ഹരിജൻ കോളനിയിലേക്ക് പോകുന്ന റോഡ്, ആ റോഡ് ടാർ ചെയ്ത് മാറ്റിയിട്ട് ഏകദേശം 6 മാസമേ കോൺക്രീറ്റ് ചെയ്തിട്ട്. പിന്നെ ചടയമംഗലം മഹാത്മാഗാന്ധി ഹൈസ്കൂൾ MGHSന് 5 കമ്പ്യൂട്ടറുകൾ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ പാട്ടമരക്കൽ ആ ക്ഷേത്രത്തോട് ചേർന്നുള്ള HVLPSന് 2 കമ്പ്യൂട്ടർ കൊടുത്തു. ഹൈമാക്സ് ലൈറ്റുകൾ നിങ്ങൾക്കറിയാമല്ലോ, ഓരോടത്ത് ഹൈമാക്സ് ലൈറ്റ് അനുവദിച്ചു. അങ്ങനെ എത്ര നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതൊന്നും കണ്ടില്ലയോ ഇവിടുത്തെ ഇടതുപക്ഷക്കാര്? ഞങ്ങളും കണ്ടു. നമ്മൾ എങ്ങനെ ചെയ്യുന്നില്ല? അത് കാര്യം അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ചെയ്ത് ഞങ്ങൾ എന്നെയെന്ന് പറയാം, ഞങ്ങൾ രേഖകൾ ഹാജരാക്കി പറയാം. ഞങ്ങൾ ഓരോ വീട്ടിൽ അതിന്റെ രേഖകൾ കൊടുക്കാം. കള്ളം പറയുന്നതിനൊരു മര്യാദയുണ്ട്. കണ്ണടച്ചിരിക്കാക്കരുത്. ഈ ഗ്രാമപഞ്ചായത്തിലുള്ള എൽ.ഡി.എഫിനകത്തുള്ള ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർമാർ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം നടത്തി തരണമെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ മുമ്പിൽ ചെന്നിട്ടുണ്ടോ? എന്തെങ്കിലും പറയണം. ഇന്ന കാര്യം ചെന്ന് ചോദിച്ചു, ആ പഞ്ചായത്ത് മെമ്പർ രേഖാമൂലം പറയട്ടെ, ഞാൻ കൊടുത്ത നിവേദനമാണിത്, എന്ത് അത് അനുവദിച്ചു തന്നില്ല എന്ന് പറയട്ടെ. അതൊക്കെ പോട്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമാണ് നമ്മുടെ സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിന്റെ സ്ഥിതി എന്തുവാ? ഒരാളെ ഇറങ്ങി നിന്നാൽ കാണാത്ത രീതിയിൽ കാണാം. എത്രയോ ക്ലബുകൾ കൂടെ ഉണ്ട്. അവരെല്ലാം വേറെ സ്കൂൾ ഗ്രൗണ്ടിൽ അവിടെ എവിടെയൊക്കെ കളിച്ച് കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഫുട്ബോൾ ചാമ്പ്യന്മാർ ഉൾപ്പെടെയില്ലേ? അവർക്ക് കളിക്കണമെന്നോ? എന്ന് ഇവിടെ വന്ന് ആ സ്ഥലത്ത് നിന്ന് പറഞ്ഞില്ലേ? ഗ്രാമപഞ്ചായത്തിന്റെ അധികാരികളോട്, പഞ്ചായത്ത് മെമ്പർമാരോട്, പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഉൾപ്പെടെ പറഞ്ഞില്ലേ? നിങ്ങളുടെ നിവേദനം കൊടുത്താൽ നിവേദനം കൊണ്ടുവന്നാൽ കേന്ദ്ര ഗവൺമെന്റിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഫണ്ടുകളുണ്ട്. ഞാനിവിടുത്ത പാർലമെന്റ് മെമ്പറാണ്. എന്റെ മണ്ഡലത്തിലേക്ക് ഈ സ്റ്റേഡിയത്തിന് വേണ്ടി ഒരു നിവേദനം കൊടുത്താൽ കോടിക്കണക്കിന് രൂപയാണ് എനിക്കെന്ന് പറഞ്ഞത്. ചെയ്തോ? അതും പോകട്ടെ, ഒന്നും ചെയ്യില്ല. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എം.പി ഒന്നും ചെയ്തില്ല, എം.പി ഒന്നും ചെയ്തില്ല, എം.പി ഒന്നും ചെയ്തില്ല. ഒരു കാര്യം പോലും പോയി ചോദിക്കാതെ
ഇവിടെ ഏതെങ്കിലും സർക്കാർ പരിപാടി വന്നാൽ അതിന് എംപിയെ വിളിക്കുമോ? ഒരു കാരണവശാലും വിളിക്കില്ല. ഇവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള യൂണിയനിന്റെ നേതാക്കന്മാരെ വിളിക്കുന്നില്ല. ഇവിടെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി പോലും വിളിക്കുന്നില്ല. എന്നാൽ തന്നിഷ്ടപ്രകാരം പ്രവർത്തിച്ചിട്ട് ഈ പഞ്ചായത്തിനെ ഭരിച്ചു മുടിച്ച ഇവരെ ഇറക്കി വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് ചടയമംഗലത്തെ ജനങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം വിഷയങ്ങൾ ഉയർത്തിയാണ് UDF ജനങ്ങളെ സമീപിക്കുന്നത്? അത് വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ഗ്രാമപഞ്ചായത്താക്കി വികസനത്തിൽ മാറ്റി. വികസനമില്ലായ്മ, റോഡുകൾ പലതും തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. അതൊക്കെ പോകട്ടെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിന് അവരുടെ സ്വന്തം ആസ്ഥാനം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ വേസ്റ്റുകൾ ഇടുന്ന സ്ഥലമാക്കി മാറ്റിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ, കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ അതുവരെ പണിയാതെ 3-4 വർഷമായിട്ട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് ഇപ്പൊ പാവപ്പെട്ട ആരെങ്കിലും കല്യാണങ്ങൾ നടത്തേണ്ട സ്ഥലത്ത് അത് കയറി കമ്മ്യൂണിറ്റി ഹാൾ, ടൗൺ ഹാളിലാണ് ഇപ്പൊ പഞ്ചായത്ത് ഓഫീസർ പ്രവർത്തിക്കുന്നത്. ഒരു ഗതിയോട് ആലോചിച്ച് നോക്കണം. വളരെ കഷ്ടമാണെന്ന് ഈ പഞ്ചായത്തിന്റെ സ്ഥിതി. ഓരോന്ന് ഞാൻ പറയാം. എല്ലാ മേഖലകളും, സമസ്ത മേഖലകളിൽ സ്തംഭിച്ചു. യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളുമില്ല. ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസ് പൊളിച്ചിട്ടിട്ട് 5 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ UDF സർക്കാരിന്റെ സമയത്ത് ബഹുമാന്യനായ അന്നത്തെ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് അനുവദിച്ച് ടെൻഡറും കഴിഞ്ഞതാണ്. ഭരണം മാറി LDF അധികാരത്തിൽ വന്നു. ഈ ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ ആരെങ്കിലുമോ MLA ഉൾപ്പെടെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഇവിടെ സപ്തസഭി അത് നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പൊ വേസ്റ്റുകൾ ആ സപ്ലസിൽ കിടന്നതിനകത്താണ് വേസ്റ്റുകൾ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കയറി ചെന്നാൽ കാണാം. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലുള്ള ഏത് വോട്ടർക്ക് വേണമെങ്കിലും നമ്മുടെ ആ ഗ്രാമപഞ്ചായത്തിൽ അവിടെ ചെന്ന് നോക്കിയാൽ കാണാം. ഇപ്പൊ അത് വേസ്റ്റ് സൂക്ഷിക്കുന്ന സ്ഥലമാക്കി മാറ്റിയ സപ്തസഭയുണ്ട്. അത് വാടക കെട്ടിടത്തിൽ, സബ് രജിസ്ട്രാർ ഓഫീസും വാടക കെട്ടിടത്തിൽ. ഓക്കെ, എത്ര വർഷം കൊണ്ട് പറയുന്നു ഇവിടുത്തെ മിനി സിവിൽ സ്റ്റേഷനെ പറ്റി? എത്ര വർഷം കൊണ്ട്, ഏകദേശം 15-20 വർഷം കൊണ്ട് പറയുക. അതാ ഇപ്പൊ വരും, നാളെ വരും, മറ്റന്നാൾ വരും. വന്നോ? എത്ര ഓഫീസുകളാണ് വാടക കെട്ടിടത്തിൽ കിടക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എക്സൈസ് ഓഫീസ് ഉൾപ്പെടെ എത്ര ഓഫീസുകൾ ഇന്ന് വാടക കെട്ടിടത്തിൽ കിടക്കുന്നു. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തുണ്ട്? നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകൾ എടുക്കാം. കടക്കൽ ഗ്രാമപഞ്ചായത്ത് മിനിസ്റ്റർ സ്റ്റേഷന്റെ പണി കഴിഞ്ഞ് അവിടെ മിക്കവാറും എല്ലാ ഗവൺമെന്റ് ഓഫീസും അവിടത്തേക്ക് മാറ്റി. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അവിടെ മിനിസ്റ്റർ സ്റ്റേഷന്റെ പണി കഴിഞ്ഞു, എല്ലാ അനുവാദത്തേക്ക് മാറ്റി. കൊട്ടാരക്കര ഇപ്പോൾ മുനിസിപ്പാലിറ്റിയായി. നേരത്തെ പഞ്ചായത്തായിരുന്നല്ലോ. ആ പഞ്ചായത്തായിരുന്ന സമയത്ത് തന്നെ ഇവിടെ മിനിസ്റ്റർ സ്റ്റേഷൻ വരെ ഉണ്ടാക്കി. എവിടെയാ ഉണ്ടാക്കാത്ത? ഇവിടെ ഒരു ഭരണമുണ്ടോ? ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഒരു ഭരണമുണ്ടോ? ഞാനത് അക്കമിട്ട് ചോദിക്കാം. ഇപ്പൊ വേറൊരു പോകുന്ന വാർഡ് നമുക്കൊന്ന് പോയി നോക്കാം. എത്ര റോഡുകളാണ് തകർന്നു കിടക്കുന്നത്? ചടയമംഗലം ടൗണിന്റെ ഹൃദയഭാഗത്ത് KSRTC സ്റ്റാൻഡിനോട് ചേർന്ന് റോഡുണ്ട്. അതിന്റെ സ്ഥിതി എന്താണ്? മഴ പെയ്താൽ അവിടെ കൂടെ ആൾക്കാർക്ക് പോകാൻ കഴിയുമോ? നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയുടെ സ്ഥിതി എന്താണ്? ജനത്തിൽ ചികിത്സ ഉണ്ടോ? പകൽ വീട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ തൊട്ട് മുകളിലായിട്ട് കാട് കയറി അവിടെ എന്തൊക്കെയാണ് ഇപ്പം അവിടെ, കാരണം പാമ്പും
മറ്റു നായ്ക്കളും എല്ലാം വന്ന് അധിവസിക്കുന്ന ഒരു സ്ഥലമായിട്ട് അവിടെ കിടക്കില്ല. വർഷം എത്രയായി? എന്ന് പറയുമ്പോഴും പറയും ഞങ്ങൾ പലതും ടെൻഡർ നടപടിയിലേക്ക് പോകുന്നു. ചിലപ്പോൾ പറയും ഞങ്ങൾ അത് ഉടൻ അനുവദിച്ചിരിക്കുന്നു. എത്ര പ്രാവശ്യം കരാറുകളും നിലനിർത്തുന്ന ഇതേ രീതി പറ്റിക്കുന്നു. എന്തെങ്കിലും നടക്കുമോ? ആ വികസന കാര്യങ്ങളെ മാത്രം മുൻനിർത്തി ചടയമംഗലം പഞ്ചായത്തിന്റെ ഈ ഗതികേട് മാറ്റുന്നതിന് വേണ്ടിയാകണം ഞങ്ങളുടെ വാർഡിലുള്ള സന്നദ്ധദായകർ വോട്ടർമാർ വോട്ട് ചെയ്യേണ്ടത്. ഇനിയും നമ്മളെ പറ്റിക്കാൻ അനുവദിക്കരുത്. ഇനിയും നമ്മളെ പറ്റിക്കാൻ വർഷങ്ങൾ കൊണ്ട് 10-40 വർഷം കൊണ്ട് നമ്മളെ രക്ഷിക്കുന്നു. നമുക്ക് അനുവദിക്കാൻ ഇനി പറ്റത്തില്ല. കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചടയമംഗലം പഞ്ചായത്താണെന്നുള്ള കാര്യം. ഈ ഇലക്ഷൻ പ്രചരണ തിരക്കിനിടയിൽ സാക്ഷിയുമായി ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സമയം കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട്. സന്തോഷം. ഇനിയും ചടയമംഗലത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി സാക്ഷി TV എന്നും ജനങ്ങൾക്ക് വേണ്ടി മുന്നിലുണ്ടാകണമെന്ന് മാത്രം ഒരു അഭ്യർത്ഥന ചെയ്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം.